ഇനി യു പി എൽ പി കേറ്ററ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് യു പി എൽ പി ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് യു പി എൽ പി ഒക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് ഇത് കണക്ക് വരും. നോക്കൂ, ഷീ ഓൾവേസ് ഡാഷ് ടു സ്കൂൾ. ഷീ ഓൾവേസ് ഡാഷ് ടു സ്കൂൾ. സോ ഇവിടെ ഓപ്ഷൻ കാണും. എ ഗോ, ബി ഗോസ്, സി ഗോയിങ്, ഡി വാസ് ഗോയിങ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ നിങ്ങൾ കഴിഞ്ഞ എന്റെ ക്ലാസ്സുകൾ, സിമ്പിൾ പ്രസന്റിന്റെ ക്ലാസ്സുകൾ, പ്രസന്റ് കണ്ടിന്യൂസ്, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ ഓർഡർലി എടുത്തിട്ടുണ്ട്. 12 ക്ലാസ്സുകളായിട്ട് കിടപ്പുണ്ട്. അത് കാണണം. കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാവൂ. അപ്പം നിങ്ങൾ നോക്കുക, ഷീ ഓൾവേസ് ഡാഷ് ടു സ്കൂൾ. 4 ഓപ്ഷൻ ഉണ്ട്. വിച്ച് വൺ യു ചൂസ്? നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഗോസ് ആണ്. കാരണം എന്തെന്നറിയോ? ഷീ ഗോസ് ടു സ്കൂൾ. അതായത് ഷീ ഓൾവേസ് ഗോസ് ടു സ്കൂൾ. എല്ലായ്പ്പോഴും അവൾ സ്കൂളിലേക്ക് പോകുന്നു, എന്നും സ്കൂളിൽ പോകാറുണ്ട്. ഹാബിച്വൽ ആക്ഷൻ, നിത്യേന നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതെല്ലാം സിമ്പിൾ പ്രസന്റിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള വേർഡ്സ് നോക്ക്. ഓൾവേസ്, ജനറലി, സെൽഡം, ഹാർഡ്ലി, rarely, usually, habitually, often, occasionally, sometimes, etc. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സിമ്പിൾ പ്രസന്റ്. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട് ഓർ അതേഴ്സ്. സബ്ജക്ട് പ്ലസ് V1 ആയിരിക്കും. V1 തന്നെ 2 ഫോം ഉണ്ട് നമുക്കറിയാം. ഗോയും ഗോസും V1 ആണ്. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. സബ്ജക്ട് സിംഗുലർ, ഷീ അവൾ സിംഗുലർ ആണ്, ഏകവചനമാണ്. ദാറ്റ്സ് വൈ വി ചൂസ് ഗോസ്. വേർബും സിംഗുലർ ആയി. വേർബിനെ സിംഗുലർ ആക്കാൻ SORES ഇട്ട് കൊടുത്താൽ ഗോയുടെ സിംഗുലർ ആണ് ഗോസ്. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഗോസ്. ഷീ ഓൾവേസ് ഗോസ് ടു സ്കൂൾ. വേറെ ഒന്നും അവിടെ വരില്ല. സോ ഈ വേർഡ്സ് ഉണ്ട്. വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ വേർഡ്സ് നോക്കി വെച്ചേക്കുക. ഓൾവേസ്, ജനറലി, സെൽഡം, ഹാർഡ്ലി, റയർലി, യൂഷ്വലി, ഹാബിച്വലി, ഓഫൺ, ഒക്കേഷണലി, സംടൈംസ്, എറ്റ്സെട്ര. ഇങ്ങനെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ആകും. ക്ലിയർ ആണല്ലോ? സോ അത് നിങ്ങൾ പ്രത്യേകം നോക്കുക. മിക്കവാറും ഈ പറയുന്ന കേറ്ററ്റ്, LP, UP എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. The train dash just. Option A go, B has gone, C had went, D went. 4 ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ ഏത് നിങ്ങൾ ചൂസ് ചെയ്യും? The answer is has gone just. The train has gone just. ഒരു പ്രവൃത്തി ഇപ്പൊ നടന്നിട്ടുണ്ട്. An action has completed just. ഓർമ്മയുണ്ട് ഏതായിരുന്നു? An action has completed just. ഒരു പ്രവൃത്തി ഇപ്പൊ നടന്നിട്ടേ ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. go, went, gone. ഓക്കെ അല്ലേ? V3 ആണ് gone. ഹാസ് പ്ലസ് V3. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. The train has gone just. അതല്ലാതെ വേറെ രീതിയിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പ്രസന്റ് പെർഫെക്റ്റ്, അതായത് ജസ്റ്റ്, ഓൾറെഡി, ജസ്റ്റ് നൗ, ജസ്റ്റ്, ഓൾറെഡി, ജസ്റ്റ് നൗ. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. സോ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ ട്രെയിൻ ഹാസ് ഗോൺ ജസ്റ്റ്. ആൻസർ ഈസ് ഹാസ് ഗോൺ. ഹാസ് ഗോൺ ജസ്റ്റ്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട് ഓ അതേഴ്സ്. സോ ജസ്റ്റ്, ഓൾറെഡി, ജസ്റ്റ് നൗ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, ഓർത്ത് വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ് എടുത്തു തരുന്നത്. ഓക്കെ, സോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സഹായിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.